മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുകയാണെങ്കിൽ ആ അവഗണന നമ്മൾ തരണം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ അതൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമല്ല. അതൊക്കെ എന്തിരിക്കുന്നു അതിൽ, ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ എൻ്റെ ലൈനിൽ മുൻപോട്ട് പോകും എന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ അവഗണിക്കുന്നവരും തരം താഴ്ത്തുന്നവരും ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ അത് അവർക്ക് നേടാൻ കഴിയാത്തത് കാണുന്ന ഒരു ഘട്ടത്തിൽ അവർ മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശരിക്കും ഈ തരം താഴ്ത്തലുകൾ ഒരു ആയുധമായി കണ്ട് നമ്മളെല്ലാം ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത്. കൂടുതൽ കരുത്താർജിച്ച് എഴുന്നേൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒരു സ്ഥലത്ത് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കേട്ടോ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഇരുന്ന് പോവില്ല. പിന്നെ ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ തരം താഴ്ത്താനും ചിലരുണ്ട് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിച്ച് എല്ലാം അവരാണ് എല്ലാത്തിൻ്റെയും ഇതെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് പോകുന്ന ചിലരൊക്കെ ഉണ്ട്. പക്ഷേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ അവർക്ക് അനുസൃതമായിട്ട് അവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അവരുടെ ചുറ്റുപാടുകൾ അതിന് അനുകൂലമല്ല. അപ്പോൾ മറ്റുള്ളവരുടെ ചുറ്റുപാട് അനുകൂലമാക്കി അവർ ജീവിക്കുന്ന അവരുടെ ഒരു ഇതിൽ മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു തരം എന്താ പറയുക, ഒരു നഷ്ടബോധത്തിൻ്റെ ഒരിതാണ് മറ്റുള്ളവരിൽ അവർ ചാർത്തിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണുന്ന ഓരോ സംഭവങ്ങളും. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിഷ്വൽ ചെയ്ത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച. അപ്പോൾ ഇനി എന്തായാലും നോൺ വെജ് ആണല്ലോ ഇനി ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ പോണത്. അപ്പോൾ രാവിലെ തന്നെ ഒരു വെജ് ആവട്ടെ എന്ന് കരുതി. അപ്പോൾ അതേ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ബിരിയാണി വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് കൈമ റൈസ് അല്ല കേട്ടോ, ബസ്മതി റൈസാണ് വാങ്ങിച്ചേക്കണത്. അപ്പോൾ കൈമ റൈസ് ചിക്കൻ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ബീഫ് ബിരിയാണി ഇന്ന് ഇതിലുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ബീഫ് ഉച്ചക്കത്തേക്ക് മാത്രമുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1/2 കിലോയുടെ ബിരിയാണിയാണ് ഞാൻ വയ്ക്കണുള്ളൂ. അപ്പോൾ ബീഫ് ആദ്യം തന്നെ നല്ല വേവുള്ളതായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് സവാളയൊക്കെ വഴറ്റി ഉള്ളിയൊക്കെ നല്ലോണം സവാളയൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്തേക്കണം. പിന്നെ ഉള്ളിയും പച്ചമുളകും തക്കാളി അതൊക്കെ ഒന്ന് ചതച്ച് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, തക്കാളി അരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ തൈര് ലാസ്റ്റ് തൈരും ഒഴിച്ച് പിന്നെ മസാലപ്പൊടി ഞാനിവിടെ പൊടിച്ചതാണ് ചേർത്തത്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ല, മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ലാസ്റ്റ് ഇതേ ഘട്ടത്തിൽ ഇതേ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില പുതിന നമ്മൾ ആദ്യം ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ, ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിയും ഒരു അല്പം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ചൊന്ന് കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇളകുന്നു. കാരണം നമ്മൾ ആദ്യം തന്നെ ബീഫ് ഇങ്ങനെ മാത്രം വേവിച്ചെടുത്തതായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട്. അപ്പോൾ അതേ റൈസ് പകുതി കുക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതേ നല്ല അത്യാവശ്യം ഒരു ഗ്രേവിയൊക്കെ ഉള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ പകുതിയാണ് കുക്കായിട്ടുള്ളൂ ഈ റൈസ്. അപ്പോൾ അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, 1/2 കിലോ റൈസും 1/2 കിലോ ബീഫുമാണ് എടുത്തേക്കണത്. അപ്പോൾ ഇനി കുറച്ച് ബീഫ് ഞാൻ കറി വയ്ക്കാൻ വേണ്ടി അപ്പോൾ രാത്രി ചപ്പാത്തിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പുട്ട എന്തെങ്കിലും ഉണ്ടാക്കണേ കഴിക്കാൻ കരുതി വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഒരേ ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ലെയറിൽ ഞാൻ കുറച്ച് മസാലപ്പൊടി ഞാനിവിടെ പൊടിച്ച മസാലപ്പൊടി തന്നെയാണ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ബിരിയാണിക്ക് വേണ്ടി പ്രത്യേകം പൊടിച്ച പൊടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൈഡ് ഓനിയനും പിന്നെ ഗീയും ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് ഓയിലും ഗീയും കൂടിയാണ് ഇടുന്നത് ഞാൻ. അപ്പോൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും, പിന്നെ ഗീ ഇടും അങ്ങനെ. അപ്പോൾ അതേ ചോറ് ഊറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇനി ദം ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ലാസ്റ്റ് ഇനി നെയ്യും മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് പിന്നെ ആ മസാലപ്പൊടി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിതറി കൊടുക്കൂട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഗരം മസാല പൊടിക്കാത്തത് അധികം ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കണം. പിള്ളേർക്ക് ഇഷ്ടം ഇങ്ങനത്തെയാണ്. അത് പിന്നെ പെറുക്കി കളയണ്ട, ഗ്രാമ്പ് പൊടിക്കണ്ട, അങ്ങനെയൊക്കെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ആ മസാല എടുത്ത് ദം ചെയ്തപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇന്നെന്താണ് വിശേഷം? ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ ഓരോ ഇതൊക്കെ തയ്യാറാക്കി, ഫുഡൊക്കെ തയ്യാറാക്കി. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇന്ന് ഇവിടെ തന്നെയുണ്ട്. ഒരു വീട്ടമ്മ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് കുറേയൊക്കെ ജീവിക്കാൻ നോക്കുക ലൈഫിൽ. അപ്പോൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിലും പിന്നെ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ഒരുപാട് ചിലവരുണ്ട് വീട്ടിലേക്ക് മരുമകനായാലും മരുമകളായാലും കയറി വരുമ്പോൾ അവർക്ക് ഒരുപാട് പരിഗണനയൊക്കെ നൽകി അവർക്ക് നമ്മളൊരു റെസ്റ്റും ഇല്ലാതെ അവരെ ഊട്ടിയും ഉറക്കിയും അവരുടെ പോരായ്മകളും അന്വേഷിച്ചും നമ്മുടെ ആ നല്ല കാലം നമ്മളിങ്ങനെ ഒരുപാട് പുറകെ
നടന്നിട്ട് ഒടുവിൽ എന്ന് വെച്ചാൽ അവർ ഇപ്പോഴത്തെ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് നോക്കുന്ന ഒരു ജനറേഷനാണ് വരുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് നോക്കി പോകുമ്പോൾ ഞാൻ അന്ന് എത്ര ചെയ്തു കൊടുത്തിരിക്കുന്നു, എന്തെല്ലാം കാര്യം ചെയ്തു കൊടുത്തു, എന്നിട്ട് അതിലൊരംശം പോലും എനിക്ക് തിരിച്ച് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന പല വീട്ടമ്മമാരെയും എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് നമ്മളുടെ ആ ഒരു സമയത്ത്, നമ്മളുടെ ആ ജേർണി ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് അധികം നമ്മുടെ ലൈഫിൽ അധിക പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മക്കൾക്കാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ പരിഗണന കൊടുത്ത് എന്തിനും ഏതിനും നമ്മൾ ഓവർ കെയറിങ് ചെയ്ത് കൂടെ നടക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരിതുണ്ട്, നമ്മുടെ ലൈഫ് നമ്മൾ മറന്നു പോകുന്നത്. ഒടുവിൽ അവശതയായി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾക്കൊരു നഷ്ടബോധവും സങ്കടവും ദേഷ്യവും എല്ലാം കൂടി. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾ അവരുടേതായ ലൈഫ് അവർ എൻജോയ് ചെയ്യുകയാണ്. അവരുടെ ആ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വേണം, മുൻകൂട്ടി കണ്ടു വേണം ഓരോ വീട്ടമ്മയും ജീവിക്കാൻ. വാങ്ങിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സവാളയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ അപ്പോൾ രാവിലത്തെ നാസ്തയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ആണെങ്കിൽ പിള്ളേർക്ക് നേരത്തെ പോകണമായിരുന്നേ, ഒട്ടും സമയം ഉണ്ടാവില്ല. ഇനി ചപ്പാത്തി തയ്യാറാക്കണതേ, പുട്ടിന് പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ പൊടിയല്ല കേട്ടോ, ഇത് പത്തിരിയുടെ പൊടിയാണ്. ഇവിടെ പൊടിപ്പിച്ചതാണ്. ഇവിടെ 2 സൈസായിട്ട് പൊടിച്ചില്ല, അത് മൊത്തം പത്തിരിയുടെ പൊടിയായിരുന്നു. അപ്പം അതൊന്ന് വാട്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ചപ്പാത്തി, ഞങ്ങൾക്കുള്ള ചപ്പാത്തി ചുട്ടെടുക്കണം, പിള്ളേർക്കാണ് പുട്ടുണ്ടാക്കണം. അങ്ങനെ വേഗം തയ്യാറാണ്. ഇപ്പം സമയം കുറേ വൈകി. ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ വീഡിയോ പിടിക്കാൻ ഉണ്ടായിരുന്ന പിന്നെ കുറേ വൈകിപ്പോയി അവരോട്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു മുഴം മുമ്പേ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു മുഴം മുമ്പേ സഞ്ചരിക്കുന്നവരുടെ കൂടെ ഉണ്ടല്ലോ 2 മുഴം പിന്നിൽ നിന്ന് നമ്മൾ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആരും കേൾക്കാൻ പോണില്ല. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു മുഴം മുമ്പേ സഞ്ചരിക്കുന്നവരുടെ 2 മുഴം പിറകിലായിട്ടുണ്ടാകുള്ളൂ. അപ്പോൾ അത് ആരും കേൾക്കാൻ പോണില്ല. അപ്പോൾ നമ്മുടെ മക്കളെക്കാൾ കൂടുതൽ മുൻപേ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ലക്ഷ്യത്തിൽ എത്താൻ കഴിയൂ. അല്ലാത്തവരെല്ലാം മണ്ണിലഴയും കാഴ്ചപ്പാടുള്ള ആളുകൾ മാത്രമേയാണ് കാലത്തിനനുസരിച്ച് വളരുകയുള്ളൂ. അപ്പോൾ അത് വളരെ ചുരുക്കം പേരിൽ മാത്രം ആ ഒരു വളർച്ചയിൽ എത്താൻ കഴിയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് പല സ്ഥലത്തും ഉയർന്നു വന്നിരുന്ന ഓരോ വൃദ്ധസദനങ്ങളും. ഇപ്പോൾ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെയാണെങ്കിൽ എത്രയോ വൃദ്ധന്മാരും അവശതയായവരും ഒക്കെയാണ് ഏറ്റെടുക്കാൻ ആളില്ലാതെ വരാന്തയിലും എല്ലാം അന്തി ഉറങ്ങുന്നത്. ആരുടെയെങ്കിലും ഒരു സഹായത്തിനായി ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് കരുതി പഴയ കാലങ്ങൾ, അവരുടെ പഴയ ആ മക്കളോടൊത്തുള്ള ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് അവരെ ഓർത്ത് വേദനിച്ച് അവർ വന്നില്ലല്ലോ, ഞങ്ങളോട് ഇത് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് അവർ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്, തള്ളി നീക്കുന്നത്, മരണത്തെയും കാത്ത് ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് വിലപിച്ചിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് അവിടെ. നമുക്ക് വേവിച്ചെടുക്കാം. ഒന്നും കൂടി വേവാനുണ്ട് കുക്കറിൽ, അപ്പോൾ ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇനി കുറച്ച് കാശ്മീരി ചില്ലി വേണമെങ്കിൽ കുറച്ചിടാം, ഒരു കളറുണ്ടാവും എന്ന് വിചാരിച്ച് എല്ലാവരുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആണോന്നില്ല കേട്ടോ, എല്ലാ മക്കളും ഇങ്ങനെയാണോന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് മാറ്റി ചിന്തിക്കുക. ജീരകപ്പൊടി, ഗരം മസാല ലാസ്റ്റ് ഇട്ടാൽ മതി, അതാണ് നല്ലത്. ഇനി ഇതൊന്ന് ഈ സവാളയുടെ അകത്തിടുന്നൊന്ന് മുരിയട്ടെ. അല്ലെങ്കിൽ നെയ്യുള്ള ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ വഴറ്റിയെടുക്കാറൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ രാവിലെ ധൃതി പിടിച്ച് പിന്നെ ബീഫ് കുക്ക് ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പോൾ വൈകിട്ട് ഈ സവാളയും ഇതൊക്കെ ഇടാമല്ലോ എന്ന് കരുതി. ഇനി നമുക്ക് തക്കാളി സ്ലൈസ് ചെയ്ത് വന്നിട്ട് കൊടുക്കാം. ഒരു തക്കാളി ഇട്ട് കൊടുത്ത് ഇത് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ എൻ്റെ ഞായറാഴ്ചത്തെ ഒരു ഫുള്ള് വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മഴയൊക്കെ ആയത് കാരണം ഞങ്ങൾ പുറത്തും അങ്ങ് പോയില്ല അങ്ങനെ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിലൂടെ വരാട്ടെ. അപ്പോൾ എന്തായാലും ദേ ഇറച്ചിക്കറി കുക്കാവാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ചപ്പാത്തിയൊക്കെ നേരത്തെ കഴിക്കണം കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ബൈ, താങ്ക് യു.